എല്ലാവർക്കും നമസ്കാരം. ഉപാസന രുദ്രാക്ഷം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അഗ്നി തത്വത്തെക്കുറിച്ചാണ്. അഗ്നിക്ക് 7 മണ്ഡലമാണ്. ആ 7 മണ്ഡലം ആയിരുന്നു പണ്ട് കാലങ്ങളിൽ നമുക്ക് വീടുകളിലുള്ള നിലവിളക്കിൽ 7 തിരിയുടെ സംവിധാനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 7 തിരിയുടെ സംവിധാനം എന്ന് പറയുന്നത് 7 മണ്ഡലം ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വീട്ടിൽ വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ ഹോമം ചെയ്യുക, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അഗ്നിയുടെ തത്വമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് അഗ്നിയുടെ ഒന്നാമത്തെ അഗ്നി എന്ന് പറയുന്നത് തന്നെ അഗ്നിമണ്ഡലമാണ്. അതായത് വീട്ടിനകത്താണേലും വീടിനുള്ളിലാണേലും പുറത്താണേലും നമ്മൾ തെക്കുകിഴക്ക് ഭാഗത്ത് ഹോമം ചെയ്യാനായിട്ട്, ഹവനം ചെയ്യാനായിട്ട് ഒരു സംവിധാനം ചെയ്തു. ഇന്ന് ക്ഷേത്രങ്ങളിലെല്ലാം തെക്കുകിഴക്ക് ഭാഗത്ത് അതുകൊണ്ടാണ് അഗ്നിമണ്ഡലമായതുകൊണ്ടാണ് ഹോമാഗ്നിയാണ് അവിടെ, ഹോമിക്കാൻ വേണ്ടിയുള്ള അഗ്നിയാണ് അവിടെ തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ അഗ്നി ഹോമാഗ്നിയാണ്. രണ്ടാമത്തെ അഗ്നി എന്ന് പറയുമ്പം ബോധമണ്ഡലമാണ്. തെക്ക് പടിഞ്ഞാറ് കന്യരാശിയിൽ നമ്മൾ ഈശ്വര സങ്കല്പത്തിൽ വയ്ക്കുന്ന വിളക്ക് കത്തിച്ച് വയ്ക്കുന്ന നിലവിളക്ക് കത്തിക്കാനും പൂജാമുറിക്കും ഒക്കെയുള്ള സംവിധാനം ബോധമണ്ഡലം, ഈശ്വരമണ്ഡലം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ്. മൂന്നാമത്തെ അഗ്നി എന്ന് പറയുന്നത് ആഹാരം പാചകം ചെയ്യാനുള്ള സൂര്യമണ്ഡലമാണ്. അതുകൊണ്ടാണ് അടുക്കളയ്ക്ക് വടക്ക് കിഴക്ക് സ്ഥാനം കൊടുക്കുന്നത്. അപ്പോൾ വടക്ക് കിഴക്കുള്ള അഗ്നിയുടെ മണ്ഡലം സൂര്യമണ്ഡലമാണ് ആഹാരം പാചകം ചെയ്യാൻ. നാലാമത്തെ അഗ്നി എന്ന് പറയുന്നത് വായുപഥത്തിൽ വടക്ക് പടിഞ്ഞാറ് ഉള്ള അഗ്നിയാണ്. അത് വായുമണ്ഡലമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അഞ്ചാമത്തെ അഗ്നി എന്ന് പറയുന്നത് വിദ്യുത് മണ്ഡലം എന്ന് പറയും. വിദ്യുത് മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിനുള്ളിലൊക്കെ ഒരു മധ്യഭാഗത്ത് ഒരു തൂക്കുവിളക്കൊക്കെ നമ്മൾ തെളിയിച്ച് അത് വിദ്യുത് മണ്ഡലമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ആറാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ വീടിന് കിഴക്ക് ഭാഗത്ത് തുളസിത്തറയൊക്കെ വെച്ചിട്ട്, തുളസിത്തറയിൽ ഒരു ചിരാതൊക്കെ പണ്ട് കാലത്ത് വെക്കുമായിരുന്നു. അത് നക്ഷത്രമണ്ഡലമാണ്. അതിന് നക്ഷത്രങ്ങളെ സങ്കല്പിച്ചിട്ട് ആ മണ്ഡലത്തിൽ നമ്മൾ ദീപം തെളിയിക്കുന്നതായിട്ടാണ്. ഏഴാമത്തെ അഗ്നി എന്ന് പറയുന്നത് വടക്ക് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പണ്ടൊക്കെ ഒരു കമത്തോടൊക്കെ വെച്ചിട്ട് ആ കമത്തോടിനുള്ളിൽ ഒരു ചിരാത് വെച്ചിട്ട് നമ്മളൊരു ദീപം അഗ്നി തെളിയിക്കുമായിരുന്നു. അത് ചന്ദ്രമണ്ഡലം, അതായത് പിതൃക്കൾക്ക് വേണ്ടിയുള്ള മണ്ഡലം.